ഹലോ മലയാളി ഇന്റർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടത് ഒരു 3D സിനിമ വരാൻ പോകുന്നു, ബറോസിന്റെ ട്രെയിലർ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊരു മിക്സഡ് അഭിപ്രായമാണ്. അതെ, തുടക്കത്തിൽ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര എനിക്ക് വലിയ താല്പര്യം. ഒരു നോർമൽ ട്രെയിലർ ഒക്കെ ഒരു ഇച്ചിരി കളർ കൂടിയ പോലെ ഒരു ട്രെയിലർ എന്നാണ്. കളർ പാറ്റേൺ ഇച്ചിരി കൂടുതലാണ് തോന്നി. അതെ അതെ. പിന്നെ 2-3 കാര്യങ്ങൾ അതിപ്പം പലയിടത്തും വായിച്ചതാണെങ്കിലും ചില റിവ്യൂസ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു കുട്ടികളുടെ ചിത്രമാണ്. അതെ, ഫാന്റസി. അതെ, പിന്നെ അതുപോലെ തന്നെ 3Dയിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ 3Dയിൽ ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D പടങ്ങൾ കാണുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല സ്ക്രീനിൽ. കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക് ആവുകയും നൈറ്റ് കൺവെർഷൻ ഒക്കെ വന്നുകൊണ്ട് എനിക്ക് അതെ അല്ലേ, അത് കുറച്ച് ഡാർക്ക്. എനിക്ക് കണ്ണാടി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഡാർക്കാണ്. നിങ്ങൾക്ക് കുട്ടിച്ചാത്തൻ കണ്ട ഓർമ്മയുണ്ടോ? കുട്ടിച്ചാത്തൻ ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു കുട്ടിച്ചാത്തന് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും ഡാർക്ക് ആണെന്ന് എനിക്ക് തോന്നി. ഇല്ല. അത് സിനിമ കൂടുതലും നൈറ്റ് അല്ല കൂടുതൽ, അതിനകത്ത് കുട്ടികളുടെ സംഭവങ്ങളെ കാണിച്ച ഡേ ലൈറ്റിലുള്ള സംഭവങ്ങളാണ് കൂടുതൽ. നൈറ്റിലുണ്ടായിരുന്നു ഗുഹയ്ക്കകത്ത് വെച്ചുള്ള, എന്നാലും അതിന് ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് അതെ അതെ. ഈ ഇപ്പോഴത്തെ ഡാർക്ക് അല്ലല്ലോ, ഇപ്പം കുറച്ചും കൂടെ ഡാർക്കിനൊക്കെ, അതായത് ഇപ്പം രാത്രിയിലെ സീനൊക്കെ കാണിക്കുന്നത് ഡെപ്ത് കൂടുതലാണല്ലോ. അന്ന് ഒരു നീല വെളിച്ചമുള്ള ഒരു നൈറ്റ് ഒക്കെയാണ് ആ ഒരു ടൈമിൽ നമുക്ക്. ഇന്നത്തെ ആ നൈറ്റിലോട്ട് പോയിട്ടില്ല. ഈ നൈറ്റ് അല്ല. അപ്പോൾ ഇപ്പൊ ആണെങ്കിൽ തന്നെയും കുറച്ച് ഡെപ്ത് ഉള്ള, അപ്പൊ കൂടുതൽ ചില സീൻസ് എനിക്ക് തോന്നുന്നു ചില ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ BTS ഒക്കെ കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്. പകല് ഷൂട്ട് ചെയ്ത സീൻസ് ഉച്ചക്കൊക്കെ ഷൂട്ട് ചെയ്തത് കളർ ഗ്രേഡ് ചെയ്ത് നൈറ്റിലേക്ക് മാറ്റിയത് ആയിട്ടൊക്കെ എനിക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു. എനിക്ക് ഇപ്പൊ ഇച്ചിരി കൂടെ കുറവാണെന്ന് തോന്നുന്നു. പകൽ ഷൂട്ട് ചെയ്ത് നൈറ്റ് ആക്കാന്നുള്ളത്, നൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 3Dക്ക് കൂടുതലും വെളിയിൽ ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ, എല്ലാം ഒരു അടച്ചിട്ട റൂമിലായിരിക്കും. അതെ അതെ, കറക്റ്റ്. എല്ലാം VFX-നകത്തുള്ള കളികളാണ്. ബറോസ് എനിക്ക് തോന്നുന്നത് ഫുള്ളും അകത്തുള്ള പരിപാടികളാണ്. ഒന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭൂതം ആയിട്ട് വരുന്ന ആളെ ഒരു ഗുഹയ്ക്കകത്ത് അല്ല ഒരു ഇതിനകത്ത് കൂട്ടിയിട്ടേക്കുന്നതായിട്ടാ എന്റെ കഥയുടെ ഇത്. അപ്പം കാണിച്ച രീതിയൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് കുറെ ഫൈറ്റുകളും കുറെ സാധനങ്ങളും, പുള്ളിയുടെ ഒരു പാവയുണ്ടല്ലോ മൂടും എന്നാ പേര്, അതിന്റെ കുറച്ച് ഗിമിക്സുകളൊക്കെ. തുടക്കത്തിൽ എനിക്ക് അതൊക്കെ കണ്ടിട്ട് എനിക്ക് VFX കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് പറഞ്ഞ പോലെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ രണ്ടാമതൊന്നും കൂടി ഞാൻ ഇത് കണ്ടു. ഇത് കണ്ടപ്പം ഓക്കെ, അതിനകത്ത് കുറെ സംഭവങ്ങൾ രസമുണ്ട്. അതായത് ഒന്നാമത് കാര്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥയാകുമ്പം അതിനകത്ത് അത് വേറൊരു രീതിയിലായിരിക്കുമല്ലോ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ കേസ് ഈ പറയുന്ന വൂഡു എന്ന് പറഞ്ഞ പാവ. ആ പാവ എന്ന് പറയുന്നത് ചണച്ചാക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പാവയാണ്. അത്രയും മതി, VFX അത്രയും മതി. അല്ല, അത് സത്യം പറഞ്ഞാൽ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പണ്ടത്തെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു ഒഴുക്കുണ്ടായിരുന്നു, ഒരു 3D ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. ഇതിനൊരു ഡിമെൻഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സാധാ പാവ. അതെ, ഇതുപോലെ ഇനി ജീവൻ വെക്കുന്നതായിരിക്കുമോ അങ്ങനെ നല്ല നല്ല എന്താ പറയുക, VFX മതിയെന്നല്ല, അതിനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതായത് ആ പാവയ്ക്ക് വേണ്ടി. രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഈ ഒരു കാര്യങ്ങൾ കുട്ടികളുടെ സിനിമയാണല്ലോ എന്നുള്ളത് മൈൻഡ് വെച്ചിട്ട് കണ്ടപ്പോഴാണ് എനിക്കത് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇത് 3Dയിൽ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നു. അത്രയും ബ്രൈറ്റഡ് ആണ് ഓൾറെഡി ഇതൊക്കെ. അപ്പം തിയേറ്ററിൽ നല്ലൊരു അനുഭവമായിരിക്കും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്, ആക്ച്വലി 3D തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. ഇപ്പൊ നമ്മൾ അവതരിപ്പിച്ചെന്ന് വെച്ചാൽ ട്രെയിലർ കണ്ടത് വെർച്വൽ 3D, പക്ഷെ അത് അവതാറും അങ്ങനെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. സിനിമാസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ സിനിമാസ്കോപ്പിൽ പുറത്തായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 3D എഫക്ട് ചെയ്യല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ അത് ആദ്യമേ നോട്ടീസ് ചെയ്തിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ആ ഇറങ്ങിയ ആ എക്സൈറ്റ്മെന്റിൽ കണ്ടോണ്ടായിരിക്കാം എനിക്ക് അത് ആദ്യമേ ഇങ്ങനെ വെളിയിൽ. പിന്നെ ഇപ്പം രണ്ടാമത് കണ്ടപ്പോഴാണ് ഇത് വെളിയിലാ, ശരിയാണല്ലോ, രണ്ടാമത് വെളിയിലാണല്ലോ. ആൾക്കാർ പറഞ്ഞിട്ട് ഒരു കണ്ണ് അടച്ചു പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യും, അങ്ങനെ ഒരു സംഭവം. ഞാൻ കുറച്ച് ആ കാണിച്ച സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട്. മോഹൻലാൽ എന്ന ഡയറക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിനകത്ത്, എനിക്ക് തോന്നുന്നില്ല. ഇനി ആ സിനിമ കണ്ടാലേ നമുക്ക് 2-3 സീൻസ് ഒക്കെ എന്തായാലും കണ്ടാലേ മനസ്സിലാവുള്ളൂ.
എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ രസമുണ്ട് ഈ ചരിഞ്ഞ് നടന്നു വരുന്നതും ഭിത്തി കൂടെ സംഭവം നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഭിത്തി അങ്ങോട്ട്. പക്ഷെ അത് എടുത്തേക്കുന്ന രീതി രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ബിജിഎം കുഴപ്പമില്ല, ഒരു ഇന്റർനാഷണൽ ഒരു ടച്ച്. പയ്യല്ലേ ചെയ്തു? അത് പയ്യൻ ഇത് സംഗീതം, ലിഡിയൻ നാദസ്വരം സംഗീതം. മറ്റേത് മാർക്കിലിയൻ മ്യൂസിക് ചെയ്തേക്കുന്ന മാർക്കിലിയൻ ടീംസാ. മറ്റേ ആൻസിമറിന്റെ ഒരു ഫ്ലൂട്ടിസ്റ്റ് അതിനകത്ത് ഇതുണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിയാണത് ഇതിന്റെ മറ്റേ മാർക്കിലിയനൊപ്പം തന്നെ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ആൾക്കാർ കുറച്ച് പേര് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടേ ക്രൂ പ്രഖ്യാപിച്ചെന്ന് തന്നെ തോന്നിയിരുന്നു. ഇത് എല്ലാരും ഉണ്ടല്ലോ, പിന്നെ ഒന്ന് മോഹൻലാലിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാ ഡയറക്ടറും എല്ലാം ബെസ്റ്റ് ക്രൂ ആണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ആകെ 3-4 പേരെ ഉള്ളൂ, പിന്നെ എല്ലാം പോർച്ചുഗീസും അതിനെ. പിന്നെ സന്തോഷിവൻ പറഞ്ഞെന്ന് വെച്ചാൽ അതിനകത്ത് കുറെ ഈ പോർച്ചുഗീസ് ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. സബ്ടൈറ്റിൽ നമ്മൾ വായിക്കേണ്ടി വരും. 3D ഫസ്റ്റിലെ കാണിക്കുന്ന ഷോട്ട് തന്നെ ഒരു ബുക്ക് തുറന്നു വെച്ചേക്കുന്നത് പോർച്ചുഗീസ് ഭാഷ തോന്നുന്നു എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, മന്ത്രങ്ങളോ എല്ലാം ആയിരിക്കും അതിനകത്ത്. അതുകൊണ്ട് ഡിമോസ് ഗാമോസ് പറയുന്നുണ്ടല്ലോ മോഹൻലാൽ എന്തോ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ അത് എന്താ പറഞ്ഞ ഇതെങ്ങനെയാണ് ഈ ആക്ച്വലി കഥ നടക്കുന്നത്? ഇവിടാണോ പോർച്ചുഗീസിലാണോ കൊച്ചിയിലാണോ? കൊച്ചി കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു മിത്തിനെ വെച്ചിട്ടാണ് സംഭവം ചെയ്തേക്കുന്നത്. അതിപ്പം ഓൾറെഡി ഷൂട്ട് ചെയ്തേക്കുന്നത് ഗോവയിലാണ്. ഇത് അവിടെ വാസ്കോഡ ഗാമ നമ്മുടെ കൂടെ വന്നല്ലോ. പുള്ളി ഇവരെല്ലാം പലായനം ചെയ്തപ്പം കുറെ സ്വത്തുകൾ ഇവർ അടിച്ചു ഉണ്ടാക്കിയ സ്വത്തുകളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒരു അവരുടെ ഒരു അടിമയെ കൊന്ന് ഭിത്തിയിൽ ഇത് നമ്മുടെ മന്ത്രവാദത്തിലൂടെ ഇതാക്കി കാവിൽ നിർത്തിയിട്ട് പോയിന്നാ. ഇനി ഈ വാസ്കോഡ ഗാമയുടെ തലമുറയിൽ ആരെങ്കിലും വന്നാലേ ഈ ബറോസിന് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അയാൾ അതിന് വിധിക്ക് കാവിലിരിക്കുക. ആ മായ എന്ന് പറയുന്ന കൊച്ചാ ഇത് വരുന്നത്. ഓക്കെ, അതായത് വാസ്കോഡ ഗാമയുടെ നെക്സ്റ്റ് ഇന്നത്തെ തലമുറയിലുള്ള ആരോ അയാൾ വരുന്നത്. അയാളത് കണ്ടുപിടിക്കുക. അത് ഇവരും തമ്മിലുള്ള മെയിൻ മോഹൻലാൽ അല്ല ക്യാരക്ടർ. പക്ഷെ ആ പെണ്ണിനാണ് പ്രാധാന്യം. നേര് പോലെ അത് ഒരിടത്ത് ഞാൻ വായിച്ചു. നേരിനകത്തും അനുശ്വരയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. മോഹൻലാല് റോളെന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ വേറെ എന്തോ പറയുന്നുണ്ട്, മറ്റേ പൊന്നൂസ് പുള്ളി ഉണ്ടല്ലോ, ജിജു പൊന്നൂസ്. പുള്ളി പുറത്തായി, അതായത് ഇപ്പം പുള്ളി ഇതിന്റെ പാട്ടില്ല. അതൊരു വിഷയം ഉണ്ടായിരുന്നു, അടിയൊക്കെ ഉണ്ടായിരുന്നു. അടിയെന്നല്ല, ഒരു സംസാര വിഷയമൊക്കെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലെ കോവിഡ് വന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ചേഞ്ച് വന്നു. അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് തുടക്കത്തിൽ ഈ പെൺകുട്ടിക്ക് കൂടുതൽ പ്രാധാന്യവും പിന്നെ സ്ക്രിപ്റ്റ് കൂടുതൽ വന്നു. അത് ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല. അത് ആ ബുക്ക് വായിച്ചാൽ നമുക്ക്. ബുക്കുണ്ടോ? ആക്ച്വലി ബുക്ക് പബ്ലിഷ് ആയോന്ന് അറിയത്തില്ല, പക്ഷെ പബ്ലിഷ് ആയ ബുക്കാ. ആൾക്കാരിലോട്ട് വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആ ബുക്കിന്റെ പ്രാധാന്യത്തിൽ ചെറിയ മാറ്റം മോഹൻലാലിന്റെ നായകത്വത്തിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തു എന്നാ ജിജോ പൊന്നൂസ് പറഞ്ഞു. ഹീറോയിസം ഉണ്ടാവോന്ന് അറിയത്തില്ല, കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഹീറോയിസം ഉണ്ടോ എന്ന്. ചിലപ്പോ ചാൻസസ് ഉണ്ട്. കാരണം വെച്ചാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നായകനല്ലേ. ഒരു ചെറിയ അത് എനിക്കൊന്ന് ഫൈറ്റ് ഒക്കെ അതിന്റെ ഭാഗമായിരിക്കാം. ഒരു ഫൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ അതിന് വെട്ടുന്നൊക്കെ ഒരു അങ്ങനെ ചിലപ്പോ കാണാം. കാരണം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളാണെങ്കിൽ പോലും കുട്ടികളെ രസിപ്പിക്കുന്ന ഒരു മോഹൻലാൽ ഉണ്ടല്ലോ. എത്രയോ കുട്ടികൾ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നടക്കുന്നു. അവരുടെ ഒരു മനസ്സിലൊരു മോഹൻലാൽ കാണുമല്ലോ. അതിനെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാം. ഇതെന്തായാലും ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു 100% ഉറപ്പാണ്. കാരണം കുട്ടികളെ വരുമ്പോ ഈവൻ മമ്മൂട്ടിയുടെ മറ്റേ പട്ടണത്തിൽ ഭൂതം വന്നിറങ്ങിയപ്പോ തന്നെ പിള്ളേര് ഭൂതത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി കണ്ടിട്ടുണ്ട്. എന്തായാലും ഉറപ്പായിട്ട് ഇത് 3D ആയതുകൊണ്ടും ഉറപ്പായിട്ട് ഫാമിലി കയറുമ്പോൾ എന്തായാലും ഹിറ്റ് ആയിരിക്കും. പിന്നെ ഇത് വേൾഡ് വൈഡ് റിലീസ് അല്ലേ? എത്ര ഭാഷയിലാണ് റിലീസ്? ഇത് നമ്മുടെ 5 ഭാഷയിൽ റിലീസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ. പിന്നെ അല്ലാതെ വേൾഡിൽ മറ്റേ വേൾഡ് വൈഡ് എന്നല്ല, ലോക സിനിമ ഇംഗ്ലീഷിലുണ്ടല്ലോ. ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷ് പോർച്ചുഗീസ് കാണുമായിരിക്കും. 64 ഭാഷ അങ്ങനെ എന്തോ പറയുന്നത്, 64 രാജ്യങ്ങളോ അങ്ങനെ എന്തോ പറയുന്നത് ഇറക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ മോഹൻലാൽ പറഞ്ഞേക്കുന്ന വേൾഡ് നമ്മുടെ ഇന്റർനാഷണൽ ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനത്തെ സംഭവമാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. അതിന്റെ ഒരു ഗിമിക്സ്. പിന്നെ 3D
ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഫുൾ 3D ഷൂട്ട് ചെയ്യുന്നത്. അത് ആ ഇങ്ങാര് പറഞ്ഞു, നമ്മുടെ സന്തോഷം പറഞ്ഞു. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ അവർ ആദ്യം കുറച്ച് ഭാഗങ്ങൾ ആ ക്യാമറ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവർ മടുക്കുന്നു. ഈ ക്യാമറ കൊണ്ടുപോകാൻ ഭയങ്കര പാടാ, അത് ഷൂട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാവരും മറ്റേ ക്യാമറയിലോട്ട് പോകും. പിന്നെ കൺവെർഷൻ ആവരുന്നത്. ഇത് ഫുള്ളും ഈ ക്യാമറ ഷൂട്ട് ചെയ്തേക്കും. അതുകൊണ്ട് 2D എന്ന് പറഞ്ഞ സാധനമേ കാണത്തില്ല, എല്ലാം 3D. അപ്പൊ ഈ സിനിമാസ്കോപ്പിന് പുറത്തേക്ക് വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് ട്രെയിലറിന് മാത്രമായിട്ടാണോ ചെയ്തിരിക്കുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നു അത് മൂവിയിലാണ് 2Dയിലോട്ട് കൺവേർട്ട് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ ഇത് മാസ്ക് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത് 3D ചെയ്തല്ല, മാസ്ക് ഓരോ ക്യാരക്ടർ മാസ്ക് ചെയ്ത് അങ്ങനെ ആക്കി വെച്ചത്. സിനിമയിൽ അതുണ്ടാവില്ല, കാണത്തില്ല. ഇല്ല, ആക്ച്വലി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ട്രെയിലറിന് വേണ്ടി ചെയ്തതാണ്. ഇത് ഡിജിറ്റലി നമ്മൾ കാണിക്കണ്ടേ? അല്ല, മറ്റേ ഇങ്ങനെ കാണിച്ച ഇങ്ങനെ ഇരിക്കത്തില്ലേ, നമ്മൾ കണ്ണാടി വരുമ്പോ എങ്ങനെ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ കാണേണ്ടി വരും. ക്ലിയർ ആകത്തില്ലല്ലോ. ആക്ച്വലി 3D തന്നെയാ. നമ്മൾ ഡിജിറ്റലി നമുക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു ട്രെയിലർ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് വരാൻ കാരണം ഇത് ഫുൾ 3D ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം വരത്തുള്ളൂ. 2D എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയൊരു മികച്ച തിയേറ്റർ ചൂസ് ചെയ്യുക. അത് തിയേറ്ററിൽ അറ്റ്ലീസ്റ്റ് എംലാനിലൊക്കെ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഈ പടം ഇറങ്ങുമ്പോൾ? മാറ്റം ഉണ്ടാകും. ഐ മീൻ ഇപ്പോഴത്തെ ഇതുവരെ അങ്ങനെ 3D സിനിമ വന്നിട്ടില്ലല്ലോ നമ്മൾ, അല്ലേ? ഫുൾ ഓൺ 3D എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അവതാർ വന്ന സമയത്ത് ഒരു ഇതുണ്ടല്ലോ. ആദ്യം അവതാർ വന്നപ്പോൾ സ്ക്രീൻ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ഇതിനുണ്ടാവുന്നല്ലാതെ ആക്ച്വലി 3 മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ആകെ 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവതാർ റിലീസ് ആയിരുന്ന സമയത്ത്. ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്, ഈ 3 സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയവര്. അതെ, തിയേറ്ററിന് എന്തോ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് അവര്. ഞാൻ ചെന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല, എന്തോ വർക്ക് നടക്കുന്നതാണ്. ട്രിവാൻഡ്രം വരെ പോയിട്ട് എനിക്ക് കാണാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി. അത് എന്തോ വർക്ക് ഇതിന്റെ ഭാഗത്തായിട്ട് 3D എന്തോ വർക്ക് എന്നാണ് ആ സെക്യൂരിറ്റി എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എന്തോ വർക്ക് ഇതിന്റെ ബേസിൽ നടക്കുന്നുണ്ടായിരുന്നു. അല്ല, അതുപോലെ അന്നെന്ന് പറഞ്ഞാൽ 3D സിനിമകൾ കുറവല്ലേ. അന്നത്തെ 70mm എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് റേഷ്യോ മാറ്റേണ്ടി വരും. അത് നമ്മള് മൈഡിൽ കുട്ടിച്ചാന്ന് വന്ന സമയത്ത് ഈ സൈഡിൽ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചുറ്റും. അപ്പൊ നടുക്ക് മാത്രമായിരുന്നു ഒരു പെട്ടി പോലെ സാധനം. അങ്ങനെ ആക്കിയിട്ട് 3D കാണിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 3Dക്ക് വേണ്ടിയുള്ള സ്ക്രീനുകളാണ് എല്ലാ തിയേറ്ററിലും വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റേണ്ട കാര്യമില്ല. അതിൽ തന്നെ നമുക്ക് 3D പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ലേസർ പ്രൊജക്ഷനും അങ്ങനത്തെ തന്നെയൊക്കെ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം വലിയ മാറ്റങ്ങളൊന്നും വരാം. ഹോളിവുഡ് പടം വരുമ്പോൾ ഡയറക്ടറും കളിക്കൂലേ അവര്. അതിന് വ്യത്യാസം സാധ്യതയില്ല. ട്രെയിലർ രസം ഉണ്ടായിരുന്നു. ഈ ഇത് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്തുകൊണ്ടാണ് ഈ സിനിമാസ്കോപ്പിന് പുറത്തേക്ക് 3D ഇങ്ങനെ. അത് അവതാറിന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അവതരിപ്പിച്ച് കാണിച്ചു. ഡിജിറ്റൽ വന്നപ്പോ അങ്ങനെ കാണിച്ചു. അത് വെറൈറ്റി ആയിട്ട് കാണിച്ചു. നമ്മുടെ കുഞ്ഞു മനസ്സുകളെ ഇതാക്കുവോ, തൃപ്തിപ്പെടുത്ത. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നല്ല ചിലവുണ്ട്. ഒരു ടിക്കറ്റിന് 200 രൂപ വെച്ച് കൂടി 4 പേര് പോകുമ്പോൾ 800 രൂപ. പിന്നെ വരുന്ന സമയം, അതിന്റെ ചെലവ്, പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക, അതെല്ലാം ഒരു 1500 രൂപ എന്തായാലും മിനിമം ചെലവാകും. അങ്ങനെ മുടക്കിയിട്ട് ഒരു സാധാരണ പടം പോയി കാണുന്നതിനേക്കാളും ഈ ഒരു 3D പടം പോകുമ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു മുതലാവും. അതെ, എന്തായാലും ഒരു ടേക്ക് അവേ ഉണ്ടാവും. നമുക്ക് എന്തായാലും നമുക്ക് മനസ്സിൽ ഒരു ഇതുണ്ടാവും, പിള്ളേരുമായിട്ട് പോയി എൻജോയ് ചെയ്യാം. ഈവൻ ചേച്ചിയൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മൂവീസ് ഇപ്പൊ എന്തെങ്കിലും ഇംഗ്ലീഷ് ഇതുണ്ടല്ലോ, എന്താ അനിമേറ്റഡ് മൂവീസോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ, അല്ലാതെ ഈ കഥയുള്ള മൂവീസ് ഒന്നും പോയി കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉറക്കം വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങാതെ. ആ സമയത്ത് ഇതേപോലൊരു പടം പിള്ളേർക്ക് വേണ്ടി ചെയ്തിട്ട് അവര് പോയി കാണുന്ന സമയത്ത് അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് മോഹൻലാൽ ഉദ്ദേശിക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാല് ഐമാക്സിൽ വരുന്നുണ്ട്. അതെ, ഐമാക്സിൽ ഇപ്പം നമുക്ക് ഇന്റർസ്റ്റെല്ലാർ റിലീസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം. അതെന്തായാലും അതൊരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഹൈദരാബാദിൽ ഐമാക്സിൽ. പക്ഷേ ഫുൾ സ്ക്രീൻ അതില്ല, ഫുൾ സ്ക്രീന് കിട്ടത്തില്ല. ഓക്കെ, ഫുൾ സ്ക്രീന് വരുന്നത് മുഫാസ മാത്രമേ ഉള്ളൂ. ഫുൾ സ്ക്രീൻ മുഫാസ, മറ്റേ അലയൻ കിങ്. അത് ഫുൾ സ്ക്രീനില്ല. വാർത്ത കേട്ടതേ ഉള്ളൂ, അതിന്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. അതല്ലേ, അത് ഭയങ്കരമായിരുന്നു സംഭവം. ഐമാക്സിൽ ഫുൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ആ റഷ്യയിലല്ലേ അവന്മാര് ഷൂട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറോസ് ഫുൾ സ്ക്രീൻ വരുമോന്ന് എനിക്കറിയത്തില്ല. ഐമാക്സിൽ പോയി കണ്ടാലേ അതിന്റെ അഭിപ്രായം. ഐമാക്സ് ഇപ്പൊ എല്ലായിടത്തും അവതാർ ഫുൾ സ്ക്രീനിലായിരുന്നു. ഫുൾ സ്ക്രീനായിരുന്നു. മൊത്തത്തിൽ കണ്ട് ഉണ്ടായിരുന്നു. സൈഡും എല്ലാം
മറക്കണ വല്ലതും ഉണ്ട്, ബ്ലാക്ക് സ്ക്രീൻ വല്ലതും വന്നായിരുന്നു? ഇല്ലായിരിക്കും. അത് ഫുള്ള് ഐമാക്സ് ഫുള്ള് ആയിരിക്കും. ഐമാക്സിലല്ലേ ഷൂട്ട് ചെയ്തത്, ഐമാക്സ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ ഇതാ മറ്റേ ഇത് നമ്മുടെ മറ്റേ ബോംബ് പൊട്ടുന്നതിന്റെ സാധനം പടത്തിന് വരുന്നത് അത് ഞാൻ കണ്ടില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല, അത് കാണാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ല. അത് ഫുൾ സ്ക്രീൻ ആയിരിക്കും. അയ്യോ അതിന്റെ പേര് തരുന്നത് ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു ഫുൾ സ്ക്രീൻ എന്ന് വെച്ചാൽ ഐമാക്സിൽ തന്നെ ഷൂട്ട് ചെയ്ത പടമാണ്. പുള്ളിയുടെ പടങ്ങൾ മിക്കവാറും ഐമാക്സിലാണെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഇന്റർസ്റ്റെല്ലറും ഓപ്പൺഹൈമർ ഞാൻ കണ്ടില്ല, ഇതുവരെ കണ്ടില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരെണ്ണം ഇറങ്ങിയാൽ 3 ടൈം ഇത് പറയുന്നത് ടെനന്റ് ഞാൻ പോയി കണ്ടില്ല. ടെനന്റ് ഞാൻ അല്ലാതെ കാണേണ്ട വലിയ കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് സംഭവമൊന്നുമല്ല. എനിക്കും ഞാൻ കണ്ടു, പടം കണ്ടു, ഞാൻ തിയേറ്ററിലല്ല പോയി കണ്ടത്. മറ്റേ ടെനന്റ് പിന്നെ മറ്റേ അതുണ്ടല്ലോ 3 ടൈം ലൈനിന്റെ കഥ പറഞ്ഞ 3 ടൈം ലൈനിൽ മറ്റേ ഇതിൽ പറഞ്ഞ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ, നോളന്റെ തന്നെ. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, പേര് ഞാൻ പറഞ്ഞു, തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതും രസം. എനിക്ക് ആദ്യമേ ഒന്നും മനസ്സിലായില്ല, അവസാനമൊക്കെ ഇൻസെപ്ഷൻ എനിക്ക് ഞാൻ അല്ലാതെ പിന്നെ അതൊക്കെ നമ്മള് പിന്നെ തുടക്കത്തില് അല്ല ഈ ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും മനസ്സിലായി. ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു 1 വീക്ക് ബിഫോർ, 1 ഡേ ബിഫോർ, 1 അവർ ബിഫോർ, അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ല, അതെന്താണെന്ന് അറിയത്തില്ല എനിക്ക്. ആ സമയത്ത് ഈ മിഷൻ ഇമ്പോസിബിൾ ഒക്കെ എനിക്കൊന്ന് ഐമാക്സ് അതെ ഫുൾ സ്ക്രീനെ കാണും. ഐമാക്സിൽ ഞാൻ വേറൊരു പടം കൂടെ കണ്ടായിരുന്നു, ഡൂൺ കണ്ടത് ഐമാക്സിലാണ്. ഡൂൺ 1 ഞാൻ റീ റിലീസ് ആയ സമയത്ത് അത് ഭയങ്കര ഹിറ്റ്. ഞാൻ ഡൂൺ 1 ഞാൻ റീ റിലീസിന് ആണ് പോയി കണ്ടത് ഫസ്റ്റ്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഞാൻ എന്നെ വിളിച്ചോണ്ട് പോയി. അത് ഐമാക്സ് മറ്റേ 4DX അതിലെ 4DX ഇതുപോലെ കാണാൻ പറ്റിയ വേറൊരു പടം എന്ന് വെച്ചാൽ മഴയുണ്ട്, കാറ്റുണ്ട്, വെയിലുണ്ട്, എല്ലാ സാധനങ്ങളും പടത്തിനകത്ത്. ഫസ്റ്റിന് അതെല്ലാം എഫക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഡ്യൂൺ 2 വന്ന് ഉടനെ തന്നെ ബുക്ക് ചെയ്ത് ഞങ്ങള് ഫസ്റ്റ് ഡേ തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡേ ഏതോ തിങ്കളാഴ്ച മറ്റുമാണ് എനിക്ക് ടൈം കിട്ടിയത്. അങ്ങനെ തന്നെ 3D ആയിരുന്നു അല്ലല്ലേ അന്ന് ഐമാക്സിൽ? 3D അല്ല, 3D ആയിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. 3D അല്ല, ഐമാക്സിലാ ഷൂട്ട് ചെയ്തത്. ഞാനും അവൻ ദൂരേന്ന് കോട്ടയത്തുനിന്ന് മറ്റു ട്രാവൽ ചെയ്ത് വന്നു. ഞാൻ രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി. നല്ല ഉറക്കക്ഷീണമായിരുന്നു. ഐമാക്സിൽ പോയി നല്ല കുഷ്യനകത്ത് ഇറങ്ങും തലപ്പ് പൊടിച്ച് കിടക്കും. ഐമാക്സ് ആണ് പകുതി ആയപ്പോ ഉറങ്ങിപ്പോയി. ക്ലൈമാക്സ് എത്തിയപ്പോഴാണ് കണ്ടു തുറന്നു പടം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. അങ്ങനെ പക്ഷെ അതും രണ്ടാമത് എക്സ്പീരിയൻസ്, അത് മിസ്സായി പോയി സത്യം പറഞ്ഞ. പടം മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വെക്കും വെടിവെപ്പിന്റെ. ആ സമയത്ത് കണ്ടു ഉറങ്ങും, വീണ്ടും അടിപൊളി. അങ്ങനെ അത് മിസ്സായി പോയി. പക്ഷെ നല്ല പടമാണെങ്കിൽ ഈ ഐമാക്സിൽ മറ്റേ അവതാർ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ ഒരു എക്സ്പീരിയൻസ് മേ ബി ഇതിന് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഇല്ല. ഞാൻ പറഞ്ഞ അതുപോലല്ല, ഞാൻ പറഞ്ഞ അതിൽ വേറൊരു ലെവലല്ല. മേ ബി അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു എന്താ പറയുക 3Dയുടെ ഒരു എഫക്ട് ഉണ്ട്. അത് നമുക്ക് അതിനകത്തെന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം, അവതാരം ഫസ്റ്റിൽ കുറച്ചും കൂടെ ബ്ലൂ ആയിരുന്നു. ബ്ലൂ കളറാണ് കുറച്ചും കൂടെ അവന്മാർ എറിച്ചത്. ബ്ലൂ ആണോ ഗ്രീനാണ്? ഗ്രീൻ ആയിരുന്നു. അതിനുശേഷം പിന്നെ സെക്കൻഡ് വന്ന സമയത്ത് ഗ്രീൻ കൊള്ളായിരുന്നു. അത് കണ്ടപ്പോ കൊള്ളാം, നമ്മൾ കണ്ടതാണ്, കൊള്ളാം, രസമുണ്ട്. അത് കഴിഞ്ഞ് ഈ ബ്ലൂവിലോട്ട് വന്നപ്പോൾ ഈ കടലിലെ സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലെവലിലോട്ട് മാറി. ഇപ്പൊ നമ്മൾ അത്രയും നേരം കണ്ടത് ബ്യൂട്ടി അല്ലായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഇതങ്ങ് ഭയങ്കര സെറ്റപ്പായി. സ്കിൻ ടോൺ വരെ മാറ്റമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കേറ്റ് വിൻസ്ലെറ്റ് വെള്ളത്തിനടി എന്നിട്ട് മണ്ണ് ഇളക്കി നോക്കിയിട്ട് ഇങ്ങനെ ഒരു സീനുണ്ട്. ആ വെള്ളത്തിനടിയിലാണ് പുള്ളിക്കാരി. അപ്പം ഈ ഭാഗത്ത് വെള്ളം ഇങ്ങനെ വലിയ ആഴമില്ല, പൊക്കമില്ല. അപ്പം ഇങ്ങനെ മുഖം മാത്രം വെള്ളത്തിനടിയിൽ നോക്കിയിട്ട് ഈ ഓളം, ചെറിയ ഓളം ഉള്ളതിനകത്ത് ഇങ്ങനെ കൈ വിരലെല്ലാം അങ്ങോട്ട് ഇങ്ങനെ മണ്ണങ്ങാണ്ട് പോയി നോക്കുമ്പോൾ ഒരു സീനുണ്ട്. എന്തൊരു രസമാണെന്ന് പറയാം. ആ വലിയ സ്ക്രീനകത്ത് വലിയൊരു മുഖം, അതിനകത്ത് ഈ ഓളം അടിക്കുന്നതിന്റെ സൂര്യപ്രകാശം അടിച്ചിട്ട് അതിൻ്റെ ഒരു നിഴലിങ്ങനെ കാണാം വെള്ളത്തിനടിയിൽ. അതിനകത്ത് ആ ഒരു വലിയ ഒരു സ്ക്രീനിൽ അതിങ്ങനെ കാണാൻ തന്നെ ആ വെള്ളത്തിന്റെ ഒക്കെ ആ ഒരു ഗ്ലേസിങ് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. സംഭവം അവിടെ വെള്ളം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത്. പക്ഷെ അത് എന്ത് രസമായിട്ട് അത് ചെയ്തെടുത്തിരുന്നത്. അതേപോലൊക്കെ ഇതിനകത്ത് അങ്ങനെ ഗോൾഡ്, പിന്നെ എന്താ പറയുക, അത്രയും ഡീറ്റെയിലിംഗ് ഒന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഗോൾഡ് ഒരു 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 യെല്ലോയിഷ് ടോൺ ആയിരിക്കും പടത്തിന് മൊത്തം. അതിന്റെ ഒരു ഇത് വരും, നമ്മളൊരു മിനുക്കം വരും. അതെ. ആ ഒരു ടോണ് നല്ലോണം
നല്ലൊരു തിയേറ്ററിൽ ഒരു 3D എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല രസമായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ട്രെയിലറും സിനിമയും തമ്മിൽ നമുക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രെയിലറിന് വേണ്ടിയിട്ട് കളർ ഗ്രേഡിങ് എനിക്ക് കുറച്ചും കൂടെ ഡെപ്തൊക്കെ നീ പറഞ്ഞ ഡെപ്ത് കൂട്ടിയിട്ടുണ്ട് അതിനകത്ത് കളറിങ്ങിന്റെ. 3D വരുമ്പോൾ ഈ ഡെപ്ത് കിട്ടണമെന്നില്ല. 3D ഗ്ലാസും കൂടെ വെക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റും. അത്രയും ഗ്ലേസിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം നോക്കാം, നല്ല പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയില്ലെന്നല്ല സിനിമയിലും പ്രതീക്ഷയുണ്ട്. ഹൈപ്പില്ല, എനിക്ക് ഹൈപ്പൊന്നും തോന്നില്ല, പക്ഷെ ഒരു അത്യാവശ്യം നല്ല പടമായിരിക്കും. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ഫസ്റ്റില് ഒരു പുതിയ സംഭവത്തിലേക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പുള്ളിക്കാരന് തോന്നിയത് തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും കാണും. ഇല്ല മോഹൻലാൽ അങ്ങനെ എടുക്കത്തില്ലല്ലോ അതിന്. അതെ, മോഹൻലാലിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യാന്ന് പറയുന്നത്. പുള്ളി വയലൻസിന് താല്പര്യമില്ല, കുട്ടികൾക്ക് എൻജോയ് ചെയ്യുന്ന ഒരു ഫാന്റസി, കുറെ നാളെ ഫാന്റസി ഈ മലയാള സിനിമയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. ഇനി സംവിധാനം ചെയ്യുമെന്ന് ഒരു അറിയില്ല. അല്ല, സന്തോഷ് ശിവനോ ആരോ പറയുകയും ചെയ്തല്ലോ മോഹൻലാൽ ഇനി സംവിധാനം ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് മേ ബി അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കാം ഇത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു സിനിമ ചെയ്യുകയില്ല. ടെക്നിക്കലിയും ഡയറക്ടർ ബിൽഡിങ്സ് കാണിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആരുടെ റെഫറൻസുകളൊന്നും എടുത്തിട്ടില്ല. ഒരു സിനിമയിൽ നിന്നും ഒരു റെഫറൻസ് പോലും, എല്ലാം മോഹൻലാലിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഫ്രെയിമുകളും അതും ഇതൊക്കെയാ വെച്ചേക്കുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട്. ഇപ്പൊ തന്നെ പൃഥ്വിരാജ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും പുകഴ്ത്തിയില്ലേ, ഗംഭീരമായിരുന്നു, ഗംഭീര ഷോട്ടായിരുന്നു, എക്സിക്യൂഷൻ ഭയങ്കരമായിരുന്നു, അതിന്റെ ഓരോ കണക്ഷനും എഡിറ്റിംഗ് പാറ്റേണും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ അതുപോലെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ ഡയറക്ടർ ആകുമ്പോൾ. ഇതിനു മുമ്പ് നമുക്ക് എനിക്കൊന്ന് അമീർ ഖാൻ ഇതുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് നമ്മുടെ താരെ സമീൻ പർ. അമീർ ഖാന്റെ ഡയറക്ഷൻ അതെനിക്കറിയില്ലായിരുന്നു. പ്രൊഡ്യൂസറും അതിന്റെ അങ്ങനെ ഫസ്റ്റ് ഡയറക്ഷനും അതാ താരെ സമീൻ പർ. ഭയങ്കര ബ്രില്യന്റ് സംഭവമായിരുന്നു, അത് ഗംഭീര സംഭവമായിരുന്നു. അത് സ്റ്റോറി ലൈൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ബാർ ഹൗസിൽ ഈ കോവിഡ് സമയത്ത് കുറെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് അതെല്ലാം ഒഴിവാക്കി, കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഒന്നും വെച്ചിട്ടില്ല, അതെല്ലാം പോയി, അതൊക്കെ പോയി. ആ കാസ്റ്റിലെ പെൺകുട്ടിയും അതും പോയി, അതും ആ പെൺകുട്ടിയും മാറി. ഇപ്പൊ എല്ലാ കാസ്റ്റ് എല്ലാം പുതിയതാ. മോഹൻലാൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു മാറാത്തത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ആ പെൺകൊച്ചി ടെക്നിക്കൽ ടീം മാറിയിട്ടില്ല. എനിക്ക് ലുക്കും അത് കഴിഞ്ഞ് മാറി. മോഹൻലാലിന്റെ ഈ മൊട്ട ലുക്കൊക്കെ അത് കഴിഞ്ഞാ വന്നത്. അതിന് മുമ്പ് തലമുടിയൊക്കെ ഉണ്ടായിരുന്നു. തലമുടി മറ്റേ ഒരു പോർച്ചുഗീസ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു, തടിക്കൊക്കെ ഇങ്ങനെ ഒരു. പക്ഷെ ഒരു ക്യാരക്ടർ അങ്ങനെ ആ മുടിയൊക്കെ ഉള്ള ക്യാരക്ടറായിട്ടാണ് വരുന്നത്. പക്ഷെ അന്നതിനകത്ത് ഈ മൊട്ട ക്യാരക്ടറൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിന് ചേഞ്ചസ് വന്നപ്പോഴത്തേക്ക് ലുക്കിലും മാറി. ഇനി അതുകൊണ്ടാണ് മാറിയെന്ന് അറിയത്തില്ല, ഇനി നേരത്തെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല. ഞാൻ പഴയ കുട്ടിച്ചാത്തന്റെ ചില സീനുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഷൂട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഇപ്പൊ കാണുമ്പോൾ. അതേ ഒരു പാറ്റേൺ ഇതിനകത്ത് തോന്നുന്നില്ല, മറ്റേ ഗ്രാവിറ്റിയുടെ സാധനം ഇങ്ങനെ ഉരുടുന്നത്. പക്ഷെ അതിലൊരു പുതുമ മിക്കവാറും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ അതിനകത്ത് ഇങ്ങനെ ചരിഞ്ഞ് കയറി പോകുന്നത്, നിന്നിങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നു അതിനകത്ത്. ഇപ്പൊ ഞാൻ ഇതാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നേരത്തെ കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നാണ് മിക്ക ഷോട്ടുകൾ ഞാൻ കണ്ടുപിടുന്നത്. മറ്റേ ഈ പൊട്ടിച്ചത്തിനകത്ത് തന്നെ ഒരു ഫ്രെയിം ഇങ്ങനെ ഇരിക്കുന്നു, ആ ഫ്രെയിമിനകത്താണ് ഇത് കറങ്ങുന്നത്. അപ്പം ഫ്രെയിം മാറുന്നില്ല, അല്ല ഫ്രെയിം ഇതിന്റെ കൂടുതൽ ചലിക്കുന്നു. അപ്പം ക്യാമറ മാറുന്നില്ല, ക്യാമറ ഇങ്ങനെ നിൽക്കും. ക്യാമറ പോകുന്നുണ്ട്, കറങ്ങുന്നത്. അപ്പോ ക്യാമറ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ല, ക്യാമറ ഇതിന്റെ കൂടുതൽ പോയി. അല്ല, ക്യാമറ സ്റ്റഡി ആയിരിക്കും തോന്നുന്നു. ഇതിങ്ങനെ കറങ്ങുമ്പോൾ പിള്ളേർ ഇതിന്റെ ഇടയ്ക്ക് അപ്പം മേളിയും താഴെന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് കുറച്ചിങ്ങനെ ചരിഞ്ഞിട്ടുള്ള, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റൂം, അതിന്റെ സ്റ്റഡി ഷോട്ട് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ചരിഞ്ഞ് ഒരു സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനാണ്. അതൊക്കെ ഒരു ചരിവില് കാണുന്നതായിട്ട് ഒരു വ്യത്യാസമുണ്ട്, വേറെ ഒരു ആംഗിൾ വ്യത്യാസം എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നുന്നു അത് കാണിച്ചത് ആ മറ്റേ മോല ചരിഞ്ഞ് നിൽക്കുക ക്യാമറ. അതെ, ചരിഞ്ഞിരിക്കുന്നതായിട്ട്. ഈവൻ മറ്റേ ഇതിനകത്തുണ്ട്, ഏതാ നമ്മുടെ ഇൻസെപ്ഷനകത്തോ മറ്റോ സംഭവം കറങ്ങുന്നത്, അവരിങ്ങനെ പോകുന്നത്, അവര് കിടന്ന് കറങ്ങുന്നതോ ഉണ്ട്. ബ്രഹ്മയുഗത്തിലുണ്ടല്ലോ, അത് ഫുൾ സ്റ്റഡി ആയിരുന്നു, അതിങ്ങനെ കറങ്ങുക, ഇവര് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. രസമായിട്ട് ചെയ്തേക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് രസമായിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇതിപ്പം നല്ല രീതിയിൽ പോസിറ്റീവ് അഭിപ്രായം കിട്ടി മികച്ച ഇത് വരുവാണെങ്കിൽ ഇനിയും ചിലപ്പം ഈ സിനിമകൾ സംഭവിച്ചേക്കാൻ തോന്നുന്നു, ഇല്ലേ?
ക്വാളിറ്റി സിനിമകൾ. ഈവൻ ആൾക്കാർക്ക് വേറെ ഐഡിയകൾ കാണുമല്ലോ, എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ. അല്ല, ഈ ഈവൻ മൈഡിയർ കുട്ടിച്ചാത്തൻ തന്നെ ഒരു നല്ലൊരു ഒരു പുതിയ ഇതിനു വേണ്ടി തുടക്കം കുറിച്ചൊരു പടമാണ്. ഒരു മാറി ചിന്തിച്ച് ആ ഒരു സമയത്ത് വേറൊരു സംഭവം എക്സ്പീരിമെന്റുമാണ്. ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് വേറെ ആയിരുന്നല്ലോ. സാധാരണ പടം ഒരു നാടകം ഒരു ഫ്രെയിമിനകത്ത് കാണുന്നത് അല്ലാതെ വേറെ രീതി ചിന്തിച്ച് കൊണ്ടുവന്നൊരു പടമാണ് ആ സമയത്ത്. ഭയങ്കര സംഭവമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ അമച്ചറായിട്ട് തോന്നുവെന്നെങ്കിലും അന്ന് വിപ്ലവം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കേരള സർക്കാരും തമിഴ്നാട് മെയിൻ നടന്മാരും ഒക്കെ വന്ന് പ്രൊമോഷൻ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയില്ല, സ്കൂളിൽ നിന്നൊക്കെ കാണാനായിട്ട് കൊണ്ടുപോയിരുന്നു. സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക. ഓഫാബി അതേപോലെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. എന്റെ ഒരു ഓർമ്മയാണെങ്കിൽ ഓഫാബി സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ജുറാസിക് പാർക്കും ടൈറ്റാനിക്കും ഒക്കെ സ്കൂളിൽ നിന്ന് ആണോ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. എനിക്ക് അത് ഓർമ്മയില്ല. ജുറാസിക് പാർക്ക് അച്ഛൻ്റെ കൂടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. അത് ദിനോസർ എന്ന സമയത്ത് ഞാൻ പേടിച്ച് അച്ഛൻ്റെ തോടെ കിടന്നായിരുന്നു. ഇവിടെ പുറകെ ചേട്ടൻ ചോദിച്ചു, ഇവരത് പേടിയാന്ന് പിന്നെ എന്തിനാണ് സിനിമ വന്നത്? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പല്ലീനൊക്കെ ഉണ്ട് അങ്ങനെ. അത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അത് രാഗതീയല്ല അത്. അപ്പോൾ അങ്ങനെ പക്ഷെ ഈ പറഞ്ഞ പോലെ അന്നൊരു മാറ്റം ഉണ്ടാക്കിയ സിനിമയാണ് അത്. അതുപോലൊരു മാറ്റം കൊണ്ടുവരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. മാറി ചിന്തിക്കുന്ന പുതിയൊരു ഐഡിയ ഉള്ളത് എപ്പോഴും ഒരു മാറ്റം. അതിൽ പറയുന്നുണ്ടല്ലേ, ഒരു മോഹൻലാലിനെ പോലൊരു ആക്ടറിനെ ഇത് പെട്ടെന്ന് ബറോസ് എന്ന സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നടൻ പറഞ്ഞു. നടനാണെന്നൊക്കെ ഓർക്കുന്നില്ല, പക്ഷെ മോഹൻലാലിനെ പോലെ അതുകൊണ്ടാ ഇത് ഷൂട്ട് ചെയ്ത് തീർത്തേന്ന്. ബാക്കിയുള്ളവരെ ഇവിടെ കിടന്ന് ഇഴഞ്ഞാനെ. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊഡക്ഷൻ ടീമും ഭയങ്കര ബാക്കപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ട് ഇതിന്. ഭയങ്കര ചെലവാണ്. അങ്ങനെ പടം എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ ചെലവൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു ഫെയിലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെയിലർ ഒന്നുമല്ല, ആഗ്രഹങ്ങൾ തീർക്കുക. അവരുടെ ഒരു ആഗ്രഹം അടിപൊളിയായിട്ട് ചെയ്തു തീർക്കുക, പിന്നെ പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത്. എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും തോന്നുന്നു. ഇതുവരെ കണ്ടതിലെല്ലാം പിള്ളേർക്ക് കാണാനുള്ള സാധനങ്ങളുണ്ട്. പിള്ളേരെ കൊണ്ടുവന്ന നല്ല ഭയങ്കര ക്വാളിറ്റി. പിന്നെ കുറച്ച് മിഴിച്ച് നിൽക്കുന്ന കളർ ഗ്രേഡിങ് എടുത്തു നിൽക്കുന്ന എനിക്ക്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. അത് രണ്ടാമത്തെ ടൈം കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ മൈൻഡിലുണ്ടായിരുന്നു. ഒന്ന്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്. 2, 3D ആണ്. 3, പ്രധാന ക്യാരക്ടർ മോഹൻലാൽ അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പഴയ കഥയാണെന്നുള്ളതും കൂടെ കാണുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം, സാധനം കൊള്ളാം. പിന്നെ VFX ഇതാണ് ഇതിന്റെ ഒരു തീം, അത് മതി. പിന്നെ ഇതല്ലല്ലോ പടം ഇറങ്ങുമ്പോൾ എന്തായാലും VFX ബെറ്റർ ആക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബെറ്റർ ആകും. പിന്നെ 3D എക്സ്പീരിയൻസ് ചെയ്യുക. അത് പിന്നെ ഈ മരക്കാരന് സംഭവിച്ച പോലെ ഒന്നും സംഭവിക്കാതിരുന്നാൽ കഥയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ഇതെല്ലാം കൂടെ ചേർന്ന് കറക്റ്റായിട്ട് ബ്ലെൻഡായി വരുമ്പോഴാണ് ഒരു കഥ വൃത്തിയായിട്ട് പറയാൻ പറ്റുന്നത്. മറ്റേത് ഓരോ എപ്പിസോഡ് സംഭവിക്കുന്നു, അവസാനിക്കുന്നു, ഇവിടെ എന്തോ സംഭവിക്കുന്നു, അവസാനിക്കുന്നു. എല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചിട്ടേക്കുന്ന ഒരു അവിയൽ പരുവത്തിലായിരുന്നു മരക്കാർ. എനിക്കത് സ്ക്രിപ്റ്റിലെ ഫെയിലായിരുന്നു. അതെ, അത് പോയി അവിടെ പോയി തീർന്നത് പോയി. അതെ, അത് കൂടെ മരക്കാരെന്ന് പറയുന്നത് അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന പേരിട്ടൊരു കഥ ഇറക്കി. അതിനകത്ത് അറബിക്കടലിനകത്ത് പുള്ളി മാജിക് എന്താണ് കാണിക്കുന്നത് ഒന്നും ഇല്ല അതിനകത്ത്. ആ കൂടെ വെറുതെ ഒരു ചതിയും വഞ്ചനയും കാണിച്ചു. അതൊന്നും അല്ല വേണ്ടത്. അത് കൂടുതലൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയാണ് ബറോസ്. നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ അങ്ങനെ അധികമൊന്നും ഇല്ല, എന്നാലും ഒരു 3D മികച്ച ഒരു 3D സിനിമ ആസ്വദിക്കാൻ കഴിയും എന്നൊരു ഹൈപ്പില്ല. ഒരു നല്ല 3D സിനിമ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും. ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു 3D എക്സ്പീരിയൻസ് ഈ കൺവേർഷൻ അല്ലാത്തതുകൊണ്ടാണ്. വ്യത്യസ്തത നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ത്രൂ ഔട്ട് ദ മൂവി ഫിലിം 3D ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ വേറെ ലെവലിൽ ഒരു മലയാള സിനിമയുടെ കാൽവെപ്പ് പറയാം. ആ രീതിയിലോട്ട് ഒരു മാറ്റം ഉണ്ട്. ഒരു മാറ്റമൊക്കെ വരാം. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? 3D നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവുമോ? സിനിമ വർക്കൗട്ട് ആവുമോ? എങ്ങനെ പ്രതീക്ഷിക്കും? നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? 3D ബറോസ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഞങ്ങളിങ്ങനെ ഡയറക്ടഡ് ബൈ മോഹൻലാൽ അത് കാണുമ്പോൾ എന്തോ ഒരു ഫീല് അല്ലേ? അത് കാണുമ്പോൾ ഒരു ഫീലുണ്ട്. അതായത് ഇത്രയും നാള് കരിയർ ബിൽഡ് ചെയ്ത ഒരു നടൻ പല ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ സിനിമകൾ, കൗണ്ട്ലെസ് ആയിട്ടുള്ള സിനിമകൾ എഫേർട്ട്ലെസ്ലി
എന്താ പറഞ്ഞ ചെയ്ത് ഫലിപ്പിച്ച ഒരു നടൻ ഇത്രയും നാള് ചെയ്യാതിരുന്നിട്ട് അയാളുടെ പീക്ക് ടൈമിൽ നിന്നപ്പോ പോലും ചെയ്യാതിരുന്നിട്ട് ഇപ്പൊ ഒരു വലിയൊരു എക്സ്പോഷറാണ് മോഹൻലാലിന്റെ മുമ്പിലുള്ളത്. അതായത് മോഹൻലാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ, ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, അങ്ങനെ അങ്ങനെ പേരുകൾ. അപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ട് മാറി, മലയാള സിനിമയുടെ ഒരു ബ്രാൻഡായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പുള്ളി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്തുകൊണ്ട് ചെയ്യും? അത് കാണാനൊരു ആഗ്രഹമുണ്ട്. അതെല്ലാം മനസ്സിൽ നിർത്തിക്കൊണ്ട് ഈ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എഴുതി ആ ട്രെയിലറിന്റെ അവസ്ഥ തന്നെ എഴുതി കാണിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, എന്തായാലും നമ്മള് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എഴുതി കാണി കൈയടിച്ചെങ്കിൽ ഇത്തവണ ഡയറക്ടർ ബൈ മോഹൻലാൽ എഴുതിയത് അത് വലിയ സ്ക്രീനിൽ കാണാനുള്ള ഒരു കൗതുകം. ഒരു എബോറേജ് പടമാണെങ്കിൽ തന്നെയും അത് ഉറപ്പായിട്ടും പടത്തിന്റെ അവസാനം ഡയറക്ടഡ് ബൈ മോഹൻലാൽ എഴുതി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കഴിയില്ല. അത് 100% താരത്തിലെ എബോ ആവറേജ് പടമാണെങ്കിൽ ആവട്ടെ, നല്ലൊരു പടമായിട്ട് മാറട്ടെ.